ആദ്യം ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ബട്ടർ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ്. ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്കിൻ്റെ ആ ഒരു നല്ല കളറും ഉണ്ടാവും, പിന്നെ കേക്കിന് എക്സ്ട്രാ സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നത്. ആദ്യം ഈ ഒരു മഞ്ഞയിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യണം. ഇതിപ്പോൾ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഐസിങ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൊടികളെ മിക്സാണ്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ ബേക്കിംഗ് പൗഡർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ബേക്കിംഗ് സോഡയും വിനെഗറും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് 2-3 തവണ അരിച്ചെടുക്കണം. പൊടികൾ അരിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മഞ്ഞയിലിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. അതും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയിൽ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഫ്ലഫി ആയി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിക്സും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഈ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അടച്ച് വെക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലത്തെ ഒരു റിങ്ങും കൂടി വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ മഞ്ഞ ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2-3 തവണ ഒന്ന് തട്ടി കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച കുക്കറിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റാണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പിന്നെ ഇത് ഓവനിലാണെങ്കിൽ നിങ്ങൾ 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പം അത് ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉൾഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കേക്ക് പാനിൽ പുറത്തെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊക്കെ ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പം ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ട് കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. നിങ്ങൾ ക്രീമൊന്നും ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടി ആദ്യം തന്നെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ മധുരം കുറവായിരിക്കും. നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ വിപ്പിംഗ് ക്രീമും പഞ്ചസാര സിറപ്പൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് നല്ല മധുരം ഉണ്ടാവും. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്